ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഇവിടെ കൈരളി വി ചാനലോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് പാട്ടുകൾ ചേർത്തിട്ടൊരു ഓണപ്പൂക്കളം നമുക്കിവിടെ തീർക്കാം. പൂക്കളം തീർക്കാനായിട്ട് ഒരാൾ കൂടി എന്നോടൊപ്പം വന്നിട്ടുണ്ട്. സൗമ്യയാണ്. നമ്മുടെ പാട്ടിപ്പോൾ നല്ല രീതിയിൽ ഓണത്തിനൊരു സ്പെഷ്യൽ ഓണമാണ്. കാരണം നല്ല രീതിയിൽ റീച്ച് ചെയ്തിരിക്കുകയാണ് വിക്രമാദിത്യയിലെ പാട്ടൊക്കെ അല്ലേ? അതെ അതെ, മഴനിലാക്കുളിരുമായി പ്രേക്ഷകരെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓണം വളരെ അധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഈ ഒരു പാട്ട് ഇത്രയധികം നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങളുടെ നെഞ്ചിലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. അതെ അതെ, തീർച്ചയായും പൂവിടാം അല്ലേ? മഴനിലാക്കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റ് വഴി വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമീ നെഞ്ചിൽ നിറയും മഴനിലാക്കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും പൂങ്കാറ്റ് വഴി വരാതെ കാറ്റിൻ കുളിരറിയും ഏതോ സുഖമേ നെഞ്ചിൽ നിറയും മഴനിലാക്കുളിരുമായി. സ്പെഷ്യൽ താങ്ക്സ് ടു വിജി ബാലേട്ടൻ. വളരെ നല്ലൊരു കോമ്പോസിഷൻ തന്നതിൽ. ലാൽ ജോസ് സാറിനും അല്ലേ ഇത്രയും മനോഹരമായി പിക്ചറൈസ് ചെയ്ത് ഇത്രയും വളരെ മനോഹരമായൊരു സിനിമയും ഓൾ ടുഗെദർ അല്ലേ. ഈ പാട്ട് ഇത്രയും റീച്ച് ആവാനുള്ള പ്രധാനം മ്യൂസിക് കോമ്പോസിഷനും ലിറിക്സിനും ഒപ്പം പിക്ചറൈസേഷനും അല്ലേ. പിന്നെ വേറെ ഓണത്തിന് പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഓണം ഈ തവണ എന്തായാലും പ്രത്യേകതയാർന്ന ഒരു ഓണമാണ് ഈ വർഷം തന്നെ എനിക്ക്. ബിക്കോസ് ഈ പ്രതീക്ഷിക്കാതെ വിക്രമാദിത്യൻ്റെ മൂന്നാമത്തെ കാണാണ് ഈ കൊല്ലത്തെ. ഇപ്പൊ എനിക്കിപ്പോ പാട്ട് ഓണത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പാട്ടുണ്ട്. സാധാരണ എല്ലാവരും പാടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സൊരു നൊസ്റ്റാൾജി. കാരണം ഞാനിങ്ങനെ ചെറുപ്പത്തിലെ നമ്മളെ കുഞ്ഞുനാളിലെ വളർന്നു വരുന്ന സമയത്തുള്ള ഓണം ഉണ്ടല്ലോ, അന്നേരം എൻ്റെ മനസ്സിൽ വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള മാവേലി നാട് വാണിയിടും കാലം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. പിന്നെ വേറെ ഏത് പാട്ടാണ് ഇപ്പം? വേറെ നമുക്കൊരു ഒരു പൂവ് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. പൂവിന്റെ ഒരു പാട്ടാണ് ഞാനിങ്ങനെ നോക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാ പൂക്കളത്തിൽ പൂവിന്റെ ഒരു കുറവുണ്ട്, ആ പൂ ഇട്ടോളൂ. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു പണ്ടൊരിത്തിരി പൂവിരിഞ്ഞു. മുറ്റത്തെ മുല്ലയിൽ മുത്തശ്ശി മുല്ലയിൽ മുത്തുപോലെ മണി മുത്തുപോലെ ഇത്തിരി പൂവിരിഞ്ഞു പണ്ടൊരിത്തിരി